കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ പാലത്തായി പീഡന കേസ്. അധ്യാപകനായ പത്മരാജൻ കേസിൽ പ്രതിയായി വരികയും അന്ന് നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ നിരന്തരമായി ഇയാൾക്കെതിരെ, അദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രവർത്തനം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്, അങ്ങനെ അതിനൊരു വേറൊരു തലം ഇവരെല്ലാം കൂടെ നൽകുകയും ഏതായാലും അന്ന് അവിടുത്തെ സെഷൻസ് കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ഈ കേസിലുണ്ടായിരിക്കുകയാണ്. അല്ല, കോടതിയുടെ ഈ കീഴ്ക്കോടതിയുടെ വിധി വന്ന സമയത്ത് തന്നെ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പലതവണ. എല്ലാവരും ചർച്ച ചെയ്താണ്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പത്മരാജൻ, കുനിയിൽ പത്മരാജൻ എന്നാണ് അയാളുടെ പേര് അല്ലേ, അതെ, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു എനിക്ക് തോന്നുന്നു IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ IGP എന്ന ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകിയത്. എന്നാൽ ഇത് അവര് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെ CPM വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ഈ സ്കൂളിലേക്ക് സമരം നടത്തുക, ഈ അധ്യാപകൻ തന്നെ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് നിരന്തരമായി അതിൻ്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ സർക്കാരും അവരുടേതല്ലേ. അതെ, കൊടുത്താലും അന്നുണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നുള്ളതിന് മെഡിക്കൽ റിപ്പോർട്ട് പോലും ഇല്ലായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടില്ല. പിന്നെ ഈ കുട്ടി പറഞ്ഞ ദിവസം സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഈ അധ്യാപകൻ സ്കൂളിൽ വന്നിട്ടില്ല. അയാളുടെ അമ്മയുടെയോ മറ്റോ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലും മറ്റുമാണ്. എന്നാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാളെ കൊടുക്കാൻ ഒരുപാട് പഴുതുകളുണ്ടെന്ന് മാത്രമല്ല, വളരെ ഈസി ആയിട്ട് ഒരാളെ ഒരു കേസ് മാത്രമല്ല, ഒരാളുടെ പേരിൽ പീഡന കേസോ അല്ലെങ്കിൽ ദളിത് പീഡനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ നിരന്തരമായ ആക്രമണമായിരിക്കും. പിന്നെ ഇയാൾ എത്തരക്കാരനാണ്. വലിയ ഒരു അപകടത്തിൻ്റെ വക്കീലെന്നല്ല, ഒരു അപകടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുറച്ച് അപകടം പിടിച്ച ചാനലുകളുണ്ട്, അവരും അവരെ നെറേറ്റീവായിട്ട് അവരും ഇറങ്ങും. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രീ കട്ടറൊക്കെ ഇതിന് ഇയാളെ കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ചരട് വലിച്ചൊരു ഒരു ചാനലാണ്. റേറ്റിംഗ് മാത്രമാണ് ഇവർക്കൊക്കെ മുഖ്യം. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെയാണ് വന്നിരുന്ന് ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് നാഴികയ്ക്ക് നാപ്പോട്ട്. ഒരു നിഷ്പക്ഷതയോ ഒന്നുമല്ല. നിങ്ങൾ നിഷ്പക്ഷരാകാൻ വേണ്ടി ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നിഷ്പക്ഷരായിക്കൊള്ളുക, പക്ഷെ അത് നിങ്ങൾ ഉള്ള വാർത്തകളിൽ നിഷ്പക്ഷരാകുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നിഷ്പക്ഷരാണ്. അതിന് സ്വന്തമായി കൈവക്കി എല്ലാ തവണ അനുകൂലിക്കുന്ന നേതാവിൻ്റെ ഒരു പാർട്ടിയുടെ നേതാവ് വന്ന് വിളിച്ചിട്ട് പോയ ഭാഷ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അതെ, ഏതാണെന്ന് പറയുന്നില്ല, നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുനിയിൽ പത്മരാജൻ്റെ കേസിൻ്റെ കഥ പരിശോധിക്കുമ്പോൾ തന്നെ 2 ഡോക്ടർമാരാണ് അതിനകത്ത് ഈ പീഡന പരാതിയെ തുടർന്ന് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. അതിൽ ആദ്യത്തെ കൊടുത്ത ആൾ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നത് ഇത് ലൈംഗിക പീഡനം ആകണമെന്നില്ല, അണുബാധയെ തുടർന്ന് ചൊറിഞ്ഞപ്പോഴുണ്ടായ മുറിവാകാം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രോസിക്യൂഷൻ പറയുന്ന ഇത് വെച്ചിട്ടും വിചാരണ കോടതി ഇതിനകത്തെ ലൂപ്പ് ഹോളുകളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ജീവപര്യന്തം തടവിനും 20 വർഷം, അത് കൂടാതെ 20 വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചത്. ഇത് ആദ്യമേ ഹൈക്കോടതിയിൽ ഇത് ചെല്ലുമ്പോൾ തന്നെ ഹൈക്കോടതി ഇതിനകത്ത് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. അത്ര പ്രഥമദൃഷ്ട്യാ തന്നെ ചില വിഷയങ്ങളുണ്ട് എന്ന് അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ആദ്യമേ തന്നെ നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ അങ്ങനെയാണ് ഹൈക്കോടതി ആ ശിക്ഷ വിധി മരവിപ്പിച്ചിരിക്കുന്നത്. അത് മരവിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ ജാമ്യം അത് നൽകുകയും ചെയ്തു. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇത് ഈ അപ്പീലിലാണല്ലോ ഹൈക്കോടതി ഇത്. ഈ അപ്പീലിൽ ഈ മനുഷ്യനെ വെറുതെ വിട്ടാൽ, ഈ അധ്യാപകനെ വെറുതെ വിട്ടാൽ, ഈ വിധിയിലേക്ക് നയിക്കാനിടയായ തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ളവരെയും ഒക്കെ തന്നെ ശിക്ഷിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടാകും. ഇവിടെ നിയമം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം എനിക്ക് ഇതുപോലെ നമ്മുടെ നാട്ടിലൊരു കൊലക്കേസ് നടന്നു, ഒരു കൊലപാതകം നടന്നു. ഒരു പത്തനംതിട്ട ടൗണിലാണ്. അത് അവിടെ ആടിനെ തീറ്റ കിടക്കുന്ന ആടുകളുടെ അമ്മ ഏലിക്കുട്ടി എന്ന് പറഞ്ഞത് ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് 100-150 ആടും. അത് പത്തനംതിട്ട ടൗണിന് നടുക്കൊരു കുട്ടിവന ഉണ്ടാക്കി അതിനകത്താണ് ഇവരെ സഹായി ഒരു പ്രഭാകരൻ. ഇവരെ 2 പേരും ഒരു ദിവസം 3 ദിവസത്തെ ഇടവേളകളുടെ വ്യത്യാസത്തിൽ മരിച്ച നിലയിൽ കണ്ടു. ഇവരെ കൊന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ
ഇവർ ഉടനെ തന്നെ ഒരാളെ പോലീസ് അപ്പം തന്നെ ഒരുത്തനെ പിടിക്കുന്നു. പിടിച്ച് അവനെ കൊണ്ട് കോടതി ഹാജരാക്കുന്നു. ഇവർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള തെളിവുകളൊന്നുമില്ല, ഇവനാണ് കുറ്റവാളി എന്നുള്ളതിന് ഇല്ല. പക്ഷെ വിചാരണ കോടതി എന്ത് ചെയ്യുന്നറിയോ? ഇവനെ അങ്ങ് ശിക്ഷിക്കുക. ഇവനെ എൻ്റെ ജീവപര്യന്തത്തിനോ മറ്റോ ശിക്ഷിക്കും. അപ്പം അവന് വേണ്ടി ഒരു വക്കീൽ, നമ്മളൊരു സുഹൃത്തായ വക്കീലാണ്, പുള്ളി ഇത് എടുത്ത് ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി നോക്കിയിട്ട് ഉടനെ തന്നെ അക്കവിട്ട് പറയുകയാണ്, ഒരു പക്ഷേ ഇവൻ തന്നെ ആയിരിക്കും കൊന്നത്. യാതൊരു തെളിവുമില്ലാതെ എങ്ങനെ ഒരു വിധി പറയാം? അല്ല, തെളിവും സാക്ഷിമൊഴിയും എന്നുള്ളത് ഏത് കേസിനും വളരെ പ്രധാനപ്പെട്ട അപ്പോൾ കാര്യം. ഇതിനകത്ത് ഇവരെ കഴുത്ത് മുറുക്കി കൊന്ന കയർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കയറില്ല. പിന്നെ എങ്ങനെ കഴുത്ത് മുറുക്കി കൊന്നെന്ന് പറയാൻ പറ്റും? ഇതൊന്നുമില്ല. കോടതി അപ്പം തന്നെ ആ പ്രതിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി. എന്നാൽ ഇവരെ യഥാർത്ഥ കുറ്റവാളിയെ അല്ല പിടിച്ചത്. നമുക്ക് എസ് കത്തി കേസ് അറിയാമല്ലോ. അതെ, എസ് കത്തിയിൽ നമുക്ക് അറിയാമല്ലോ. അവസാനം ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണെന്ന് പോലീസ് ദിവസം അവർ പറയാണ്. കത്തി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കത്തി ഉണ്ടായിക്കൊണ്ടുവന്ന് തെളിവിന് വേണ്ടി ഞങ്ങൾ അതുകൊണ്ട് ഹാജരാക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ കേസിലെ കുറ്റവാളി എന്ന് പറയുന്നത് ലോക ക്രിമിനലാണ്, പക്കാ ക്രിമിനലാണ്. അതുകൊണ്ട് അത് പോലീസ് അവരെ തലയിലോട്ട് വെച്ച് കെട്ടി. പക്ഷേ അത് നമ്മൾ ഓക്കെ വെച്ച് കെട്ടുന്ന ഓക്കെ, പോലീസിന് വെച്ച് കെട്ടാം. പക്ഷെ കോടതി ഇതിനകത്ത് യാതൊരു തെളിവില്ല വിധി പറയുന്നു. ആലോചിച്ചു ഒരു തെളിവ് എന്നിട്ട് ഈ ഹൈക്കോടതി അതിനകത്ത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വിധി ഇരിപ്പുണ്ട്. ഹൈക്കോടതി ഓരോ പോയിന്റും എടുത്തിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നാണ് ചോദിക്കുന്നത്. ഈ സാധനങ്ങൾ, ഈ ഉപയോഗിച്ച സാധനങ്ങൾ എവിടെ ഇല്ല, അതെവിടെ പോയി, അത് എടുത്തിട്ടില്ല, ഇതൊന്നും റിക്കവർ ചെയ്തിട്ടില്ല. ഇവരൊരു കഥ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഏതാ പോലീസ് കഥയ്ക്ക് ഉപോത്ബലകമായി ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട സാധനമില്ല. പക്ഷേ കോടതി ശിക്ഷിച്ചു. ആ പ്രതിഭാഗം വക്കീൽ അപ്പോഴും കോടതി ചോദിക്കുന്നുണ്ട്, ഇതെവിടെ സാധനം, എവിടെ സാധനമില്ല, എങ്ങനെ ഇയാളാണെന്ന് പറയാൻ പറ്റും? അപ്പോൾ ഇവർ പറയുന്നത് എന്തായാലും പ്രോസിക്യൂഷൻ പറഞ്ഞു വെച്ച് കോടതി വിധി എഴുതി ഇവരെ അങ്ങനെയുണ്ട്. അതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് ഒരു മനുഷ്യൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിധിയായിരുന്നു ഈ എന്താ പറയുന്നത്, ഈ പത്മരാജന് പാലത്തായിലും. അതെ. മാത്രമല്ല, സ്വാഭാവിക ഒരു സംശയമുണ്ട്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, വലിയ സ്കൂളാണിത്. ആ സ്കൂളിൽ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും പെട്ടെന്ന്? ഒരു കാരണവശാലും നടക്കാത്ത ഒരു സ്ഥലമാണ്. കാരണം വളരെ തിരക്ക് ഏറിയ ഒരു ഭാഗത്താണ് ഈ ടോയ്ലറ്റ്. മാത്രമല്ല ഈ ടോയ്ലറ്റിന് കൊളുത്തില്ല. അതിനെ അകത്ത് കയറിയിട്ട് അത് ഇത്ര നിമിഷം കൊണ്ട് അതിനെ എന്തോ മുഖം മൂടിക്കെട്ടി പടമെടുത്ത് അതിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. വലിയ ഒരു ശക്തി, ഒരു അദൃശ്യ ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു. ഉറപ്പാണല്ലോ. അത് ഇയാൾ BJP കാരനാണ്. ഈ പത്മരാജൻ എന്ന് പറഞ്ഞാൽ BJP കാരനാണെന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം. ഇവിടുത്തെ പോലെയല്ലല്ലോ. കണ്ണൂരെന്ന് പറയുമ്പോൾ ഈ തീവ്ര രാഷ്ട്രീയ നിലപാടുകളാണല്ലോ. ഒരു തന്നെ എന്ത് വില കൊന്നുകളയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നത് ഇന്ന് ഈ കൊലപാതകം നടത്തിയ പണിയാവുമെന്നുള്ളതുകൊണ്ട്, കൊലയ്ക്ക് ആളിനെ കിട്ടാത്തതുകൊണ്ട് അതിന് ഒരാളെ കൊല്ലാക്കൊല ചെയ്യുക എന്നുള്ള പുതിയ തീരയിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരാളുടെ ജീവിതം നശിപ്പിച്ചില്ലേ. അതാണ് ഈ അയാളെ ഇത് പറയുന്ന ഒരു തരത്തിലും പീഡനം നടക്കാനുള്ള സാഹചര്യം ഇല്ലയെന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഉണ്ട്. അവിടെ വെച്ചൊരു പീഡനം നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാണ്. പിന്നെ മാത്രമല്ല, ഈ കൊച്ചിന് പീഡനം നടന്നതായിട്ട് ഡോക്ടർമാർ റിപ്പോർട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ കേസിൽ പ്രതിയായിട്ട് ഇത്രയും വലിയ ശിക്ഷ അങ്ങേർക്ക് വാങ്ങിച്ചു കൊടുക്കുക? അങ്ങേരുടെ നഷ്ടമായ മാനത്തിനും അങ്ങേരുടെ വീട്ടുകാരുടെ വേദനയ്ക്കും ജോലി നഷ്ടപ്പെട്ട് കാണൂല്ലേ? ക്രിമിനൽ കേസിൽ ജോലി നഷ്ടപ്പെട്ട് കാണും. പിന്നെ ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ CPM ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വ്യാപകമായി ഇവിടെ എല്ലായിടത്തും അവർ പ്രചരിപ്പിച്ചത്. മാത്രമല്ല, ഇപ്പോൾ KK രാജേഷ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു ഇത് UDF ഒത്തുകളിച്ചാണെന്ന്. ഈ ഇദ്ദേഹത്തിന് ഇന്നലെ ഈ ശിക്ഷ മരവിപ്പിച്ച കാര്യത്തിൽ UDF ഒത്തുകളിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെ UDF ഒത്തുകളി? ഇവനൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോടതി എന്താണ് പരിഗണിക്കുന്നത്? ഇയാൾ അഡ്വക്കേറ്റാണ് ഈ രാകേഷ്. സാധ്യത കുറവാണ്, അതാണ്. അല്ലെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാന്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, കോടതികൾക്ക് മുന്നിൽ നമ്മളുടെ വൈകാരിക പ്രകടനങ്ങൾക്കോ അല്ലെ നമ്മളുടെ മുൻവിധികൾക്കോ നമ്മളുടെ തോന്നലുകൾക്കോ പ്രസക്തിയില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. തൻ്റെ മുന്നിൽ വരുന്ന തെളിവുകൾ വിശകലനം ചെയ്താണ് ന്യായാധിപൻ ഇതിനെക്കുറിച്ച് പറയേണ്ടത്. അതനുസരിച്ച് ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോൾ കോടതി നോക്കുമ്പോൾ അവർ ചോദിച്ച തെളിവുകളില്ല, ഇത് അവിശ്വസനീയമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ ഒരു കാരണവശാലും നിലനിൽക്കില്ല, അവിശ്വസനീയം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ കുട്ടിയുടെ മൊഴികളിലൊക്കെ പരസ്പര വൈരുദ്ധ്യം ഉണ്ടോ എന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ എന്താണെങ്കിലും ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള ഈ കേസുകൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം തന്നെ ഒരു അഴിച്ചുപണിയാനുള്ള സമയമായിരിക്കുന്നു. കാരണം ഇത് ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിന് ദുരുപയോഗപ്പെടുത്തുന്നത് എല്ലാം തന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനം,
അല്ലെങ്കിൽ ഈ ദളിത് പീഡനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ST അട്രോസിറ്റീസ് ആക്ട്, സ്ത്രീകൾക്കായുള്ള നിയമങ്ങൾ, ഇതിലൊക്കെ തന്നെ പലരും ഇതിനെ ചൂഷണം ചെയ്യുകയും ആദ്യഘട്ടങ്ങളിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ വരെ കിടന്നിട്ട് പിന്നെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഈ ജയിലിൽ കിടന്ന കാലത്ത് ഇവർക്ക് സംഭവിച്ച മാനനഷ്ടത്തിന് ആരും ഉത്തരം പറയൂ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിലായി നമ്മുടെ ശ്രീജിത്ത് ആദ്യം ഇത് അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പോ മറ്റോ അതെ, അന്ന് പുറത്തു വന്നിരുന്നു. മാത്രമല്ല അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ശ്രീജിത്തിനെതിരെ അതിഭീകരമായ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആണെന്നും. അതെ അതെ അതെ. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനല്ലയോ CPM തദ്ദേശ മത്സരിക്കാൻ, അതായത് ഈ കേസിൽ ഈ അധ്യാപകനെ കുടുക്കിയ ഒരു ഉദ്യോഗസ്ഥനെയാണെന്ന് തോന്നുന്നു CPM തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് വിട്ടത് എന്നുള്ളതാണ്. എന്തായിരുന്നു CPM-ൻ്റെയും ഇനി അഥവാ ഇതിൻ്റെ പിന്നിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെയും ലക്ഷ്യം എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണുള്ളത്. കാരണം പത്മരാജൻ അവിടെ ക്ലാസ് എടുത്തത് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചും പൗരത്വ ഭേദഗതി സംബന്ധിച്ച് അദ്ദേഹം പൊതുവേദികൾ പ്രസംഗിക്കുകയും ധാരാളമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിട്ടിരുന്നു, ഈ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചു. ഇതെല്ലാമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രധാനപ്പെട്ട ഈ സംഘടനകൾ നോക്കുന്ന ഒരു കാര്യം. അതെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. CPM-നെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് പരസ്യമായും രഹസ്യമായും ഒരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരുടെയും കൂടെ ഒരു പ്രേരണ ഇതിൻ്റെ പിന്നിൽ കാണും എന്നുള്ളത് ഉറപ്പാണ്. എന്താണെങ്കിലും ഒടുവിൽ ഈ പത്മരാജന് കോടതിയിൽ നിന്ന് അനുകൂല വിധി അത് മുഴുവൻ ആയിട്ടില്ല, ഇനിയും കോടതി അപ്പീലാണ് കിടക്കുന്നത്, അത് തീരാനുണ്ട്. അത് തീരുന്നിടം വരെയുള്ള ഒരു കാലതാമസമാണ് പ്രധാനമായിട്ടും ഇനിയും വരാൻ പോകുന്നത്. എന്താണെങ്കിലും കോടതിയുടെ നിരീക്ഷണങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. കേസിലെ രേഖകളും അതിജീവതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും പരിശോധിച്ച ഹൈക്കോടതി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ചു. കേസ് അന്വേഷിച്ച വിവിധ ഏജൻസികൾ വ്യത്യസ്ത നിഗമനത്തിലാണ് എത്തിച്ചേർന്നതെന്നും കോടതി വിധിയിരുത്തി. അപ്പീലിൽ അന്തിമ വിധി ഉണ്ടാകുന്നവരെ ശിക്ഷാവിധി നിർത്തിവെക്കാം. അതായത് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളും ആക്ഷേപങ്ങളും ഗൗരവമുള്ളതാണ്, തള്ളിക്കളയാൻ സാധിക്കില്ല. അതിജീവതയുടെ സാക്ഷിമൊഴികൾ പ്രാഥമികമായി പരിശോധിച്ചതിൽ നിന്നും പീഡനത്തെക്കുറിച്ചുള്ള വിവരണം സ്ഥിരതയില്ലാത്തതും കൂട്ടിച്ചേർക്കലുകളും ഭാവനാത്മകമായ കാര്യങ്ങളും നിറഞ്ഞതാണെന്ന് കാണാൻ സാധിച്ചു. എന്ന് വെച്ചാൽ മൊത്തം ഭാവനയാണ്. അല്ല, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്ന്. അതുപോലെ അതിജീവതയെ ആദ്യം പരിശോധിച്ച ഡോക്ടർ ലൈംഗികാതിക്രമത്തിൻ്റെ സൂചനകൾ കണ്ടില്ല. തുടർന്ന് പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിൽ കന്യാർമ്മത്തിൻ്റെ മുറിവ് അണുബാധ മൂലമുള്ള ചൊറിച്ചിൽ കാരണം വിരൽ കൊണ്ട് ഉരസി ഉണ്ടാകാം എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും 600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ചെറിയൊരു സ്ഥലത്തുള്ള ടോയ്ലറ്റും ഹെഡ്മിസ്ട്രസിൻ്റെ മുറിയോട് ചേർന്നുള്ള പരിസരവുമാണ് സംഭവസ്ഥലമായി പറയും. ഈ സാഹചര്യത്തിൽ ഒന്നിലധികം തവണ ഇത്തരം ഒരു സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നടന്നു എന്ന് വിശ്വസിക്കുന്നത് അസാധ്യമാണെന്ന വാദവും പരിഗണിച്ചു. കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വെവ്വേറെ നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നതെന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോൾ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഉത്തരവിൽ പ്രഥമദൃഷ്ട്യാ തെറ്റായി തോന്നാവുന്ന ചില പിഴവുകളുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. വ്യക്തമാണ്, എല്ലാം വ്യക്തമാണ്. കാരണം എന്താണ്, ഇത് ആരുടെയൊക്കെയോ ഒരു അജണ്ട അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആ സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് അനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചു. അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഇവിടുത്തെ പോലീസ് പ്രവർത്തിച്ചു, പ്രോസിക്യൂഷൻ പ്രവർത്തിച്ചു. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് എന്ന് പിണറായി പോലീസ്, പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ CPM-കാരനായിരിക്കും, അതെ, സ്വാഭാവികം മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഇതൊരു വലിയൊരു മുന്നറിയിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുമ്പോൾ കുറച്ച് കരുതി ജീവിക്കണം. നമ്മുടെ പുറകെ ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള പല ആളുകളും നടക്കുന്നുണ്ട്. കൃത്യമായി അവർ ഈ രീതിയിൽ കേസുകൾ തട്ടിക്കൂട്ടുകയും നമ്മളെ തലയ്ക്ക് വയ്ക്കുകയും ഒടുവിൽ ജയിലിൽ അവസാനിക്കുക, ഒരാളുടെ ജീവിതം അയാളെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോടതിയുടെ അന്തിമ വിധി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം.